സുഹൃത്തുക്കളെ, ഇത് കാണുന്നുണ്ടോ നിങ്ങള്? ഇത് നമ്മളെ ഗ്രീൻ ഗ്രാമാണ് കേട്ടോ. ചെറുപയർ, സാധാ ചെറുപയർ. പിന്നെ ഇത് ടേപ്പ്, പല രീതിയിലുള്ള ടേപ്പ് എടുക്കാം നമുക്ക്. ഇപ്പൊ എന്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ടേപ്പ് ഇതാണ്. പിന്നെ അതുപോലെ ഒരു ചെറിയൊരു സിസ്റ്റേഴ്സ്, പിന്നെ ഒരു മാർക്കർ. അപ്പൊ ഇതൊക്കെ വെച്ചിരിക്കുമ്പോ ചോദിക്കും, നിങ്ങൾ എന്തിനാ ഇതൊക്കെ കാണിക്കുന്നതെന്നല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്. എന്താ ഇത് സംഭവം? ഒന്നുമല്ല. നമ്മളിൽ പലർക്കും ഉറക്കം എന്ന് പറയുന്നത്, ശരിക്കും സത്യം പറഞ്ഞാൽ ഉറക്കം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. ഉറക്കം, മറവി എന്നൊക്കെ പറയുന്നത് അല്ലെ. നമ്മൾ പലർക്കും പല ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഒന്ന് ഉറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. ചിലപ്പോൾ ഈ അസുഖമുള്ളവരൊക്കെ വേദന കൊണ്ട് ഇടങ്ങാറ് ബുദ്ധിമുട്ടൊക്കെ ആവുന്ന സമയത്ത് പറയും, ഒന്ന് ഉറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു, എന്നാ ആ സമയത്തെങ്കിലും ഒരു സമാധാനമായിരുന്നു എന്നൊക്കെ പറയും. അതുപോലെ മാനസികപരമായിട്ട് ബുദ്ധിമുട്ടുള്ള പലർക്കും തോന്നാറുണ്ട്, ഒന്ന് ഉറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ. അപ്പം ആ പറഞ്ഞില് ഒരിത് നോക്കുമ്പോൾ നമ്മളുടെ ഉറക്കം ഒരു അനുഗ്രഹമാണ്. അപ്പം ഈ ഉറക്കം സ്ഥിരമായിട്ട് നമ്മൾ ഉറങ്ങേണ്ട ഒരു സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പാലിക്കാതിരിക്കുമ്പോൾ, കാരണം നമുക്കറിയാം നമ്മളുടെ ഒരുപാട് ജീവജാലങ്ങളെ മഗ്‌രിബ് സന്ധ്യാബാങ്ക് കൊടുക്കുന്നതോട് കൂടിയിട്ട് അവരൊക്കെ കൂടണയും അല്ലെ. ആ സമയത്ത് മനുഷ്യരായി കിടക്കുന്ന നമ്മളും ശരിക്കും കൂടണയണം. പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ടെക്നോളജിയുടെ വിപുലീകരണം കാരണം നമുക്ക് ജനങ്ങൾക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറെ കാര്യങ്ങൾ. പക്ഷെ അതില്ലെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇപ്പോൾ ഹോസ്പിറ്റലില് ഡോക്ടേഴ്സ്, നഴ്സുമാര്, അങ്ങനത്തെ ആളുകളൊക്കെ രാത്രി ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വേണ്ട സമയത്ത് നമ്മൾ ഡ്യൂട്ടി ചെയ്യണം. എന്നിരുന്നാൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ രാത്രിയിൽ ഡ്യൂട്ടി ഒഴിവാക്കുന്നത് വളരെയധികം ഉറക്കം ഒഴിവാക്കുന്നത് വളരെയധികം ഉപദ്രവമാണ്. അപ്പൊ നമ്മൾ ചുരുങ്ങിയത് ഒരു 9 മണിക്കെങ്കിലും നമ്മൾ ബെഡിലേക്ക് പോകണം. ഈ പറയുന്ന ഞാൻ പോകാൻ ശ്രമിക്കാറുണ്ട്. ചില സാഹചര്യങ്ങൾ എനിക്ക് പറ്റാറില്ല, ഡെയിലി എനിക്ക് അതുപോലെ പോകാൻ പറ്റാറില്ല. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ നന്നാവാതെ മറ്റൊരാളെ ഉപദേശിക്കല് അർഹതപ്പെട്ട കാര്യമല്ലല്ലോ. എന്നാലും ഞാൻ പറയട്ടെ, ഇത് എല്ലാവർക്കും ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റൊരാൾ ഇന്ന് എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് നല്ല ഉറക്കം കിട്ടാൻ എന്താണ് ഇതുള്ളത്, റെമഡി ഉള്ളതെന്ന് ചോദിച്ചത് കൊണ്ട് മാത്രമാണ്. അപ്പൊ ഞാന് സുജോക്കില് നമുക്ക് നല്ലൊരു അടിപൊളി റെമഡി ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഈ ചെറുപയറും കാര്യമൊക്കെ എടുത്തിട്ട് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മളുടെ സുജോക്കിലെ ഏത് പോയിന്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളെ കൈ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നമ്മളുടെ മിഡിൽ ഫിംഗറില് ഈ തൊട്ടടുത്ത് നമുക്ക് നമ്മളെ റിംഗ് ഫിംഗർ കാണാം അല്ലെ. അപ്പൊ അതിന്റെ സൈഡിലേക്കായിട്ടുള്ള ഈ ലാസ്റ്റിലുള്ള ലൈനിന്റെ ഇവിടെയാണ് ആ പോയിന്റ് ഉള്ളത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, കാണാൻ പറ്റുണ്ടായിരിക്കും. കണ്ടോ, ഞാൻ ഇവിടെ ഒരു ബ്ലൂ ലിങ്ക് കൊണ്ട് ഇതിട്ടിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണെന്ന്. രണ്ടാമത്തെന്ന് പറയുമ്പോ ഇതിപ്പോ നമ്മളുടെ സുജോക്ക് ഉൾഭാഗമാണ്. ഇത് പുറം ഭാഗത്തും സെയിം സൈഡ് തന്നെ നമ്മളുടെ റിംഗ് ഫിംഗറിന്റെ സൈഡില് മിഡിൽ ഫിംഗറിൽ തന്നെ ഇവിടെ ഈ വര കണ്ടോ, ലൈന് കണ്ടോ, ഈ ലൈനിന്റെ എൻഡിലായിട്ട് ഇവിടെയും കൊടുക്കണം. ഓക്കെ. അപ്പൊ 2 പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. അവിടെ നമ്മൾ സ്റ്റിമുലേഷൻ ചെയ്യാണ് ചെയ്യേണ്ടത്. സ്റ്റിമുലേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു തരിതരിപ്പ് കൊടുക്കൂലേ, അല്ലെങ്കിൽ ആക്കി കൊടുക്കുക. അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നേരത്തെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നന്നായിട്ട് നമുക്ക് പ്രോബ് എന്റെ കയ്യിലുണ്ടായിരുന്നു. എന്റെ പ്രോബ് കാണാനില്ല. ഇപ്പം ഞാൻ സപ്പോസ് ഇതൊരു പ്രോബായിട്ട് നിങ്ങൾ കൂട്ടുക. ഇത് സിസറാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ ഇപ്പൊ എന്റെ കയ്യിൽ പ്രോബാണെന്ന് നിങ്ങൾ സങ്കല്പിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ഈ പോയിന്റ് ഇട്ട സ്ഥലത്ത് നമ്മളിങ്ങനെ ആക്കി കൊടുക്കുക, സ്റ്റിമുലേഷൻ കൊടുക്കുക. സെയിം ഇവിടെയും സ്റ്റിമുലേഷൻ കൊടുക്കുക. ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നൈറ്റിലാണ് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത്. ഒരു 4 മണിക്കൂറൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വെക്കാൻ പറ്റില്ല, നൈറ്റിലാണ്. ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ ചിലപ്പം വാഷ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇത് ഊരിച്ചാടി പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനവും അതുപോലെ ഈ ഗ്രീൻ ഗ്രാമും എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്നും ഒരു പീസ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു പീസില് നമ്മളുടെ ഈ ഒരു ഗ്രീൻ ഗ്രാം, ഒറ്റൊരു മണി ഗ്രീൻ ഗ്രാം ഇവിടെ വെച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലെ. ഇതാ ഗ്രീൻ ഗ്രാം വെച്ചിട്ട് നമ്മൾ ആദ്യം പിന്നെ ഇതിട്ടില്ല, പോയിന്റ് ഇട്ടില്ലോ, ആ പോയിന്റ് ഇട്ട സ്ഥലത്ത് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ആ പോയിന്റ് ഇട്ടോട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അവിടെ നല്ല പെയിൻ ഉണ്ടാവുക നിങ്ങൾക്ക്. അത് ഒട്ടിച്ചിട്ട് ഒന്ന് അമർത്തി നോക്കേണ്ടി. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് നല്ല പെയിന് തോന്നും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, വീണ്ടും ഇതേപോലെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് അതിന്റെ ഒരു പീസ് എടുത്തതിന് ശേഷം
ഇതേപോലെ ഒന്നും കൂടെ അതിലൊട്ടിച്ചിട്ട് ഇതാ നമ്മള് ബാക്ക് സൈഡിലും നമ്മളൊരു പോയിന്റ് ഇട്ടല്ലോ അല്ലെ, അവിടെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇതും കൂടെ വേണമെങ്കിൽ ചുറ്റി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഈ 2 സ്ഥലത്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കും. കാരണം ഇത് സ്റ്റിമുലേഷൻ കൊടുത്ത് ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് 4 മണിക്കൂർ വെച്ചതിന്റെ ശേഷം അത് കളയാണെങ്കിൽ കളയാം, അല്ലെങ്കിൽ ഉറക്കത്തിൽ അത് പൊയ്ക്കോളും, കുഴപ്പമൊന്നുമില്ല. 4 മണിക്കൂറെങ്കിലും അത് ഇരിക്കുമ്പോഴാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുക. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഫലപ്രദമാകും എന്ന് വിചാരിക്കുന്നു. ഇതൊരു 4 ദിവസം 5 ദിവസം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉറക്കം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. പക്ഷേ 10 മണിയായിട്ടും ബെഡിൽ പോകാതെ എനിക്ക് ഇതിനുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ആരും വരരുത്. വെറുതെ ഇത് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല. ചുരുങ്ങിയത് ഒരു 9 മണിക്ക് നിങ്ങൾ ബെഡിൽ പോവുകയാണെങ്കിൽ 10 മണിയാകുമ്പോൾ ഉറങ്ങാം. 1 മണിക്കൂർ മുന്നെങ്കിലും ബെഡിൽ പോവുക. മൊബൈൽ ഫോൺ അങ്ങോട്ട് ഓഫ് ചെയ്യുക, മാറ്റി വെക്കുക. ശേഷം നിങ്ങൾ സുഖനിദ്രയോട് കൂടിയിട്ട് ഇത് ചെയ്തതിന് ശേഷം നന്നായിട്ട് പ്രാർത്ഥിച്ചങ്ങ് കിടന്നുറങ്ങാം. ഓക്കെ, എല്ലാവർക്കും ഉറങ്ങുവാനുള്ള ഒരു നല്ല ഉപയോഗപ്രദമായ ഒരു റെമഡി ആയിട്ട് ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.